ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ 285 ഏക്കറിൽ പരന്നു കിടക്കുന്ന കച്ചത്തീവിനെക്കുറിച്ചാണ് ഈ നാളുകളിലെ വാർത്തകൾ. 1.6 കിലോമീറ്റർ നീളത്തിലും 300 മീറ്ററിൽ കൂടുതൽ വീതിയിലും പരന്നു കിടക്കുന്ന ജനവാസമില്ലാത്ത ഒരിടമാണിത്. 14-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതായി കരുതപ്പെടുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ബാക്കിപത്രമായ ഈ ദ്വീപിൽ ആവശ്യമായ കുടിവെള്ളം പോലും ലഭ്യമല്ല. ജാഫ്നയിലെ രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു ആദ്യം ഇവിടം. 17-ാം നൂറ്റാണ്ടിൽ രാമനാഥപുരം വാണരാംനാഥ് സമീന്ദാരുടെ കീഴിലായി. 1921-ൽ ഇന്ത്യയും ശ്രീലങ്കയും ഒരുപോലെ ദ്വീപിന് അവകാശം പറഞ്ഞു. മത്സ്യബന്ധനത്തിന് അതിർത്തി നിർണ്ണയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. ശ്രീലങ്ക തുടർച്ചയായി ഈ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1974-ൽ ഈ പ്രദേശം ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു. ഉപയോഗശൂന്യമായ മണ്ണിനേക്കാളും വലുത് ശ്രീലങ്കയുമായുള്ള നയതന്ത്ര ബന്ധമാണ് എന്നായിരുന്നു ഇന്ദിരാജി ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. ഏതായാലും കച്ചത്തീവിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും കൊഴുക്കുമ്പോൾ തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ 100 വർഷത്തിനു മുൻപ് നിർമ്മിച്ച കച്ചത്തീവിലെ വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയവും ശ്രദ്ധേയമായി മാറുകയാണ്. ഏതാനും വർഷം മുമ്പ് ഇവിടെയുള്ള പഴയ ദേവാലയം പൊളിച്ച് ശ്രീലങ്കൻ നേവിയാണ് 1 കോടി രൂപ ചെലവിൽ വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയം പുതുക്കി നിർമ്മിച്ചത്. ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ ആണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള വൈദികരും ജാഫ്ന രൂപതയിൽ നിന്നുള്ള വൈദികരും സംയുക്തമായി നടത്തുന്ന കുരിശിൻ്റെ വഴിയാണ് തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ നിന്നും ഓരോ വർഷവും ഇവിടുത്തെ തിരുനാളിൽ സംബന്ധിക്കാനെത്തുന്നത്. ഈ വർഷത്തെ കച്ചത്തീവ് തീർത്ഥാടനത്തിന് 3455 പേരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യയിൽ നിന്നും തീർത്ഥാടകരെ ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം ജാഫ്ന രൂപത ബിഷപ്പ് ഡോക്ടർ ജസ്റ്റിൻ ജ്ഞാനപ്രകാശം ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. എന്നാൽ തീർത്ഥാടനത്തിനെത്തിയവരെ നിരാശപ്പെടുത്തുന്ന അറിയിപ്പാണ് അധികൃതരിൽ നിന്നുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ തീര അതിർത്തി ലംഘിച്ചുവെന്ന കാരണത്താൽ അറസ്റ്റ് ചെയ്യുകയും 3 പേർക്ക് ജയിൽ ശിക്ഷ നൽകുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് കച്ചത്തീവ് തീർത്ഥാടനം ബഹിഷ്കരിക്കുകയാണെന്ന് രാമേശ്വരത്തുള്ള മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് തീർത്ഥാടനത്തിനെത്തിയവർ നിരാശരായി മടങ്ങി. കർണാടകയിൽ നിന്നും തീർത്ഥാടനത്തിനെത്തിയ ആന്റണി അമ്മാൾ സകുടുംബമാണ് എത്തിയത്. വർഷങ്ങളായി ഇവർ കച്ചത്തീവ് തീർത്ഥാടനത്തിന് പോകുന്നവരാണ്. തീർത്ഥാടനത്തിനായി നേരത്തെ ബുക്ക് ചെയ്ത 72 ബോട്ട് ഉടമകളും 28 വള്ളങ്ങളുടെ ഉടമകളും യാത്ര വേണ്ടെന്ന് വെച്ചതോടെയാണ് യാത്ര റദ്ദായത്. 100 വർഷത്തിനു മേൽ പഴക്കമുള്ള നിലവിലുള്ള വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയം പുരാവസ്തു സ്മാരകമാണ്. അതിനാൽ ഇത് പൊളിക്കാതെയാണ് മറ്റൊരു ദേവാലയം നേവി നിർമ്മിച്ചത്. വാഴ്ത്തപ്പെട്ട ജോസഫ് വാസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഫ്രാൻസിസ് പാപ്പ ശ്രീലങ്ക സന്ദർശിച്ചപ്പോൾ ഇതിനുവേണ്ടി പ്രത്യേകം വെഞ്ചരിച്ച കെട്ടിട സാമഗ്രികൾ പുതിയ ദേവാലയ നിർമ്മാണത്തിന് ഉപയോഗിച്ചതായും പറയപ്പെടുന്നു. ശ്രീലങ്കൻ അധീനതയിലുള്ള ഈ ദ്വീപ് സന്ദർശിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ല. എന്നാൽ തിരിച്ചറിയൽ കാർഡ് വേണം. കോസ്റ്റ് ഗാർഡിൻ്റെ അകമ്പടിയോടുകൂടി വെള്ളപ്പതാക വച്ചിട്ടുള്ള യന്ത്രവൽകൃത ബോട്ടുകളിലാണ് തീർത്ഥാടകർ ഇവിടേക്ക് വരുന്നത്. സമുദ്രാതിർത്തിയിലെത്തുമ്പോൾ ശ്രീലങ്കൻ നേവി തീർത്ഥാടകരെ സ്വീകരിക്കുകയും അകമ്പടി സേവിച്ച് കച്ചത്തീവിൽ എത്തിക്കുകയാണ് പതിവ്. സുരക്ഷാ കാരണത്താൽ അന്നേ ദിവസം മത്സ്യബന്ധനത്തിനായി മറ്റ് ബോട്ടുകളെ ഈ മേഖലയിൽ അനുവദിക്കാറില്ല. കോസ്റ്റ് ഗാർഡ്, ശ്രീലങ്കൻ നേവി എന്നിവരുടെ ഹെലികോപ്റ്ററുകൾ നിരീക്ഷണവും നടത്തും. താമസ സൗകര്യം, ഭക്ഷണം, കുടിവെള്ളം, വൈദ്യസഹായം ഇവയെല്ലാം ശ്രീലങ്കൻ നേവി തീർത്ഥാടകർക്ക് സൗജന്യമായി നൽകുന്നുണ്ട്. ഏതായാലും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും വീണ്ടും തീർത്ഥാടനം പുനരാരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ.